കുടുംബത്തിനകത്ത് പിശാച് എങ്ങനെ കയറുന്നു എന്നറിയണം, കുടുംബത്തിൽ പിശാച് എങ്ങനെ പ്രവർത്തിക്കും എന്നറിയണം, പിശാചിന്റെ തന്ത്രം എന്ത് എന്നറിയണം. അങ്ങനെ അറിഞ്ഞാൽ മാത്രമേ ആ തന്ത്രത്തിന് മറുതന്ത്രം മെനഞ്ഞ് പിശാചിനെ നമുക്ക് ഓടിക്കുവാൻ കഴിയുള്ളൂ. സാത്താന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. പിശാചിന്റെ തന്ത്രങ്ങളോട് നീ എതിർത്ത് നിൽക്കണം. നമ്മൾ ഈ വചനം കണ്ടാലും പ്രമാണിച്ചാൽ, ഇത് നമ്മൾ പ്രമാണിച്ചാൽ നമ്മുടെ ജീവിതത്തിന് വിടുതലാണെന്ന് ആർക്കറിയാം? പിശാചിനറിയാം. ആരെയാണ് പിശാച് പ്രവർത്തിക്കുന്നത് എന്നറിഞ്ഞാൽ അവൻ നമുക്ക് അതിൽ നിന്നും വിടുതൽ പ്രാപിക്കുവാൻ കഴിയും. ദൈവത്തിന്റെ ആഗ്രഹം എന്താണ്? ഏതൻ തോട്ടത്തിൽ ദൈവം അവൻ ആദാമിനെയും ഹവ്വയെയും ആക്കി വെച്ചത് തോട്ടം ഭരിക്കുവാൻ, തോട്ടത്തിൽ വേല ചെയ്യുവാനുമാണ് അവനെ ആക്കി വെച്ചത്. വൈശാലിക തന്ത്രം എന്ത്? ഒന്നാമത് അവൻ ചെയ്യുന്നത് അവൻ ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി വരും.